ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഹോട്ടൽ അതായത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാം. അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പെപ്പർ, പിന്നെ നമുക്ക് സോൾട്ട്, കാശ്മീരി ചില്ലി പൗഡർ, ടൊമാറ്റോ, ഇതാണ് മസാലാസ്. പിന്നെ ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ്. അതുപോലെ തന്നെ നമുക്ക് മീഡിയം സൈസ് 2 ഉള്ളി, പിന്നെ നമുക്ക് 12 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും വേണേ. അപ്പോൾ അതാ ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. പിന്നെ സ്പ്രിംഗ് ഓനിയൻ, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടി വേണേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ നന്നായി കട്ട് ചെയ്ത് നമുക്ക് നല്ല ക്ലീൻ ചെയ്തെടുക്കണം. കോളിഫ്ലവർ നന്നായി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മൾ ചില കോളിഫ്ലവറിലൊക്കെ നമുക്ക് പുഴുക്കളൊക്കെ കാണാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നന്നായി വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ നമുക്ക് പരച്ച് കൊടുക്കുക. ഓവറായിട്ട് ചെറുതാക്കണ്ട, അതുപോലെ തന്നെ ഓവറായിട്ട് വലുതാക്കണ്ട. ഇത്രയും വലുപ്പത്തിൽ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ചെറുതാക്കുന്നുണ്ട്. നന്നായി കോളിഫ്ലവർ നമുക്ക് വാഷ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ ഉപ്പിട്ടിട്ട് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ആ സമയം നമ്മുടെ ഒനിയൻ ഒന്ന് കട്ട് ചെയ്യുക. അതായത് ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാപ്സിക്കോ ഉള്ളത്തൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്യാം. അതായത് ഒരു 5-10 മിനിറ്റ് ഇത് തിളച്ച് വന്നാൽ മതി. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക, ഊറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണേ. ഇനി നമുക്ക് 1/2 സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു 1/2 സ്പൂണ് നമ്മുടെ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരു 1.5 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് നമുക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കോക്കനട്ട് ഓയിൽ വേണ്ട, കാരണം അതിൻ്റെ ടേസ്റ്റ് തന്നെ നാടനിലേക്കാവും. അപ്പോൾ ഓയിൽ ഒഴിച്ചാലോ. അപ്പോൾ നമുക്ക് ചൂടായി വന്നപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ ചൂടായപ്പോൾ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നന്നായി ജസ്റ്റ് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ അതാ ഞാൻ ഫുൾ കോളിഫ്ലവർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അതാ ഒരു സൈഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡായി കഴിഞ്ഞാൽ നമുക്കത് മാറ്റി അതേ ഓയിൽ തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അതായത് ബാക്കി വന്ന ആ സെയിം ഓയിൽ തന്നെയാണ്. ഇനി നമുക്ക് ഉള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി, ഓവറായി വാട്ടിയെടുക്കേണ്ട. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് നന്നായി വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ബാക്കി വന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൽ നമുക്ക് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1.5 സ്പൂൺ സോയാ സോസ്, അതുപോലെ തന്നെ 1 സ്പൂൺ ചില്ലി സോസ്, പിന്നെ നമുക്കൊരു 3 സ്പൂൺ നമ്മുടെ കെച്ചപ്പല്ല നമ്മുടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 3 സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അതാ 1 സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ പെപ്പർ പൗഡർ. ആ സമയം നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇനി ഒരു 2 സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ട പിടിക്കാണ്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് നമ്മുടെ ഗോപി മഞ്ചൂരിയൻ്റെ ആ സെയിം തിക്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി കട്ട പിടിക്കാണ്ട് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതാ വേഗം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഒരു ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. കണ്ടോ, നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക.
അപ്പോൾ നമുക്ക് 10 മിനിറ്റ് ഒന്ന് അടിച്ച് വെച്ച് വേവിക്കണേ. 10 മിനിറ്റിന് ശേഷം എന്താ ഇതുപോലെ കറക്റ്റായി വന്നപ്പോൾ നമുക്ക് സ്പ്രിംഗ് ഒനിയനും കൂടി ഒന്ന് നന്നായി ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി. ട്രൈ ചെയ്യണേ. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി. നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെയാണ്. ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്നതായിരിക്കും. സൂപ്പർ സൂപ്പർ. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.